ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി നെല്ലിക്കച്ചാറാണ്. അപ്പോൾ നമുക്ക് നെല്ലിക്കച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക ഒന്ന് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്ത് വെച്ചതാണ്. എന്നിട്ട് ഇതിൻ്റെ ചൂടാറുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് അടർത്തി മാറ്റി വയ്ക്കണം. നമ്മൾ എന്തിനാ പുഴുങ്ങിയെടുക്കണമെന്ന് വെച്ചാൽ നെല്ലിക്കയ്ക്ക് ഒരു കട്ടുണ്ട്, ആ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിൽ ചീനച്ചട്ടി വയ്ക്കാം. അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നെല്ലിക്കയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട അപ്പം തന്നെ നമ്മളതൊന്ന് കോരി എടുത്തോളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ കറിവേപ്പില നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. അപ്പോൾ ഒരു കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അരിഞ്ഞതാണ് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതും ഒന്ന് കോരിയിട്ട് നമുക്ക് നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കുക, ഒന്ന് പൊട്ടിത്തെറിക്കും. ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 കാന്താരി മുളകുണ്ട്. അതും കൂടി നമ്മൾ നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായവും ഉലുവയാണ്. കായവും ഉലുവും അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മളിവിടെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് താളിക്കണം. അതിനായിട്ട് ഇത് എണ്ണയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട്. അതുപോലെ 3/4 ടീസ്പൂണോളം കടുകും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിത്തെറിക്കട്ടെ. അതായത് ഉലുവയും കടുകും കൂടി പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്ക് ഈ തിളച്ച എണ്ണ ഈ നെല്ലിക്കയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ചൂട് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തോളും. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് 1/2 ഗ്ലാസ് വിനാഗിരി കൂടി ചേർക്കാം. വിനാഗിരി കൂടി ചേർത്തതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഈ നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല ചൂടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ നെല്ലിക്കയുമ്പോഴും ഈ പൊടികളെല്ലാം ആവണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ മൊത്തം ഈ അച്ചാറുണ്ടാക്കാനായിട്ട് മൊത്തം നമ്മൾ 250 ml ഒരു കുപ്പി നിറയെ നമ്മൾ എണ്ണ ഇതിലോട്ട് ഈ അച്ചാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.